ജെക്സി തോമസ്, ഈ തിരുവനന്തപുരം കോർപ്പറേഷനിലെ പുരസ്കാരങ്ങളോ അതല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ ഒക്കെ വിട്ടുകഴിഞ്ഞാലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതൊരു പാൻ കേരള അടിസ്ഥാനത്തിൽ നടക്കപ്പെടുന്ന ഒരു വലിയ എക്സിറ്റ് പോളാണ്. അപ്പോൾ ആ നിലയ്ക്ക് നോക്കുമ്പോൾ നിങ്ങളിതിനെ, ഈ തെരഞ്ഞെടുപ്പിനെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള ചൂണ്ടുപലകയായി തന്നെ കാണുമോ? നെഗറ്റീവാണ് റിസൾട്ട് എങ്കിൽ, ഭൂരിപക്ഷം പഞ്ചായത്തുകൾ LDF-ന് നേടാൻ കഴിയുന്നില്ലെങ്കിൽ, കോർപ്പറേഷനുകൾ, ഇപ്പോൾ ഭരിക്കുന്ന കോർപ്പറേഷനുകൾ നിലനിർത്താൻ കഴിയുന്നില്ലെങ്കിൽ, മുനിസിപ്പാലിറ്റികളിൽ തിരിച്ചടിയാണ് ഉണ്ടാവുന്നത് എങ്കിൽ 3.0 എന്നുള്ളതൊരു മരീചിക മാത്രമാണ് എന്ന് അംഗീകരിക്കുമോ? അല്ല, അങ്ങയുടെ ചോദ്യത്തിലേക്ക് നേരിട്ട് വരാം. ഒറ്റവാചകത്തിൽ നേരിട്ട് വന്നിട്ട് ബാക്കി പ്രതികരണത്തിലേക്ക് പോകാനാണ് കരുതുന്നത്. ഇപ്പോൾ അങ്ങ് സൂചിപ്പിച്ചതുപോലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പ് അല്പമാസാന്തരങ്ങളുടെ മാത്രം വ്യത്യാസമുള്ള കേരള നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ ഒരു ലിറ്റ്മസ് ടെസ്റ്റായി മാറുമോ എന്നുള്ളതാണ് ചോദ്യം. അതിലിപ്പോൾ ഏകപക്ഷീയമായി ഞാനെന്ത് അഭിപ്രായം പറഞ്ഞാലും ഇല്ലെങ്കിലും യുക്തിസഹമായി ചിന്തിക്കുന്ന മഹാഭൂരിപക്ഷം വരുന്ന മലയാളികളുടെ തെരഞ്ഞെടുപ്പ് അനുഭവം എന്താണ്? സമീപകാല തെരഞ്ഞെടുപ്പ് അനുഭവം എന്ന് പറയുന്നത് കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പും പ്രത്യേകിച്ച് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്ന പ്രാദേശിക ഗവൺമെന്റ് തെരഞ്ഞെടുപ്പും തമ്മിലുള്ള അന്തരം വളരെ വളരെ കുറഞ്ഞു വരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള അർത്ഥപൂർണമായ രാഷ്ട്രീയ സന്ദേശമായിരിക്കും, വിധിയെഴുത്തിനെ സംബന്ധിച്ചുള്ള അർത്ഥപൂർണമായ രാഷ്ട്രീയ സന്ദേശമായിരിക്കും കേരളത്തിലെ പ്രാദേശിക സർക്കാരിലേക്ക് നടത്തപ്പെടാൻ വേണ്ടി പോകുന്ന ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. പക്ഷെ അതിനെക്കുറിച്ച് സംബന്ധിച്ച് വരവേ അതിൻ്റെ വിവിധ വിഷയങ്ങൾ നമുക്ക് ഇതിനിടയിൽ സംവദിക്കേണ്ടതായിട്ട് വന്നു. പക്ഷെ ഒരു കാര്യത്തോട് പോലും വസ്തുതകളെ മുൻനിർത്തി ഞാൻ ആവർത്തിച്ചു PCR ടീമിന് വാർത്താ തലവാചകങ്ങൾ, തെളിവുകൾ നമ്മളുടെ മുമ്പിൽ യൂണിയൻ ഗവൺമെന്റ് അല്ലെങ്കിൽ ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വത്തിലുള്ള UN ഹാബിറ്റാറ്റ് ഇവരെയൊക്കെ കോട്ട് ചെയ്തിട്ട് അവരൊക്കെ നൽകിയ പുരസ്കാരങ്ങൾ, അവരുടെ പ്രതികരണങ്ങൾ, അതിനെ ചൂണ്ടിക്കാട്ടിയിട്ട് കേരളത്തിൽ ഈ ഇടതുപക്ഷ ജൈത്രയാത്ര തുടരേണ്ടതുണ്ടോ? ഇതാണ് ഞാൻ സമീകരിക്കാൻ വേണ്ടി ശ്രമിച്ചത്. പക്ഷെ അതിനോടൊക്കെയുള്ള പ്രതികരണം എങ്ങനെയാണ്? ഈ PM-ശ്രീ എന്തോ കോവിഡിന്റെ കവയത്തെയാണ്. ഞാൻ പറഞ്ഞു വെച്ച 2 അവാർഡുകളെ സംബന്ധിച്ചും 2024 ആണ്ട് ഒക്ടോബർ മാസം, അതായത് കൃത്യം 1 വർഷം മുമ്പുള്ള യൂണിയൻ അർബൻ മിനിസ്റ്ററുടെ അവാർഡുകളെ കുറിച്ചാണ് പറഞ്ഞത്. അതിൽ ഏറ്റവും മോശം കോർപ്പറേഷന്റെ പട്ടികയിലേ അല്ല. അപ്പൊ പറയുകയാണ് 3ാമത്തെ കോർപ്പറേഷൻ അല്ലേ ഉള്ളൂ. ഇവിടെ പറയുന്നത് കേട്ടാൽ തോന്നും 1ാമത്തെ കോർപ്പറേഷനുള്ള അവാർഡ് കിട്ടിയതാണെന്ന്. പ്രേക്ഷകരെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? ഇന്ത്യയെമ്പാടും ഞാൻ ഗ്രോക്കിനോട് ചോദിച്ചപ്പോ 269 കോർപ്പറേഷനുകളുണ്ട്. ഇന്ത്യയെമ്പാടുമുള്ള 269 കോർപ്പറേഷനിൽ ഇനി BJP നേതാവ് പറഞ്ഞ ഒരു വാദത്തിന് വേണ്ടി നമുക്ക് അങ്ങ് എടുക്കാം. 3ാമതായാൽ ആ 3ാമതൊരു മോശം 3ാമതാണോ? ആ 3ാം സ്ഥാനക്കാരനെ കേന്ദ്രമന്ത്രിസഭയും കേന്ദ്രമന്ത്രിയും ചേർന്ന് ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് വണ്ടി അയച്ച് വിളിപ്പിച്ച് അവാർഡ് കൊടുത്ത് പുരസ്കരിക്കാൻ മാത്രം കുറവുള്ള ഒരു 3ാം സ്ഥാനമാണോ അത്? യുക്തിസഹമായി ചിന്തിക്കുന്ന ആളുകൾ വിലയിരുത്തട്ടെ. ഞാൻ മറ്റ് വിശദാംശങ്ങളിലേക്കൊന്നും ഇപ്പൊ പോകുന്നില്ല. പക്ഷെ പറഞ്ഞു വരുന്ന വഴിയിൽ BJP നേതാവ് എന്തുകൂടെ പറഞ്ഞു? ഒറ്റവാചകം BJP നേതാവ് എന്തുകൂടെ പറഞ്ഞു? ഇങ്ങനെ തന്നെയാണ് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ ഇങ്ങനെ ഒരു തട്ടിപ്പ് നടത്തി പിന്നീട് ഇത് വെളിപ്പെടുത്തുന്നത്. ഞാൻ ആവർത്തിച്ച് പറയട്ടെ, അങ്ങേക്ക് സമയം കിട്ടുമ്പോൾ ആ പീയൂഷ് ഗോയൽ അങ്ങേക്ക് ആക്സസബിൾ ആണോ അല്ലയെന്ന് എനിക്കറിയത്തില്ല. അയാളെ വിളിച്ച് പറഞ്ഞു കൊടുക്കണം, ബ്രാപ്പ് ആണോ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ആണോ? അങ്ങനെയാണെന്നാണ് എന്ത് പറയുന്നത് യൂണിയൻ ഗവൺമെന്റിന്റെ സൈറ്റിൽ പറയുന്നത്. 2014 മുതൽ ബിസിനസ് റിഫോംസ് ആക്ഷൻ പ്ലാൻ BRAP, അതാണ് ഈസ് ഓഫ് ഡൂയിങ്ങിന്റെ മാനദണ്ഡമെന്ന് BJP എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഉന്നതരാൽ നയിക്കപ്പെടുന്ന, ഈ ചർച്ചയിൽ വന്നിരിക്കുന്ന നേതാവ് ചെറുതാണോ ഉന്നതാണോ എന്ന് എനിക്കറിയില്ല, ഉന്നതരാൽ നയിക്കപ്പെടുന്ന യൂണിയൻ ഗവൺമെന്റിന്റെ മിനിസ്ട്രി അവിടെ അച്ചടിച്ച് വെച്ചിരിക്കുന്ന അങ്ങനെയാണ്. അതുകൊണ്ടാണ് ഇന്ത്യൻ എക്സ്പ്രസ് വാർത്ത എഴുതിയത്. ബ്രാപ്പിൽ കേരളം 1ാം സ്ഥാനത്തെത്തിയപ്പോഴും എഫോർട്സ് പേ ഓഫ്, കേരള റാങ്ക്ഡ് നമ്പർ 1 ഇൻ ദ കേസ് ഓഫ് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് റിഫോംസ്. ഇതൊരു CPM പത്രം അല്ലല്ലോ എക്സ്പ്രസ്, അതൊരു ദേശീയ മാധ്യമമല്ലേ? ഞങ്ങൾ ദേശീയ തലത്തിൽ ഇല്ലെന്നാണോ നിങ്ങളൊക്കെ പരിഹസിക്കാറുള്ളത്? അതോ അവരെയൊക്കെ ഞങ്ങൾ വിലക്കെടുത്തോ? അതോ കേന്ദ്രമന്ത്രിയായ പീയൂഷ് ഗോയൽ മുതൽ ഇന്ത്യൻ എക്സ്പ്രസിന്റെ പത്രാധിപര് വരെ വിവരം കെട്ട ആളുകളായിട്ടാണോ? അപ്പൊ സമയം കിട്ടുമ്പോൾ CPM വിരുദ്ധത കൈമുതലാക്കി എന്ന് വെച്ച് എന്ത് പരമാബദ്ധവും വിളിച്ചു പറയുന്ന ഒരു പരിമിത വിഭവനായി നമ്മുടെ BJP നേതാവ് മാറാൻ പാടില്ല. അങ്ങ് അല്പം കൂടെ കാര്യങ്ങളെ തുറന്ന മനസ്സോടുകൂടെ മനസ്സിലാക്കാനും വിശകലനം ചെയ്യാനും ചുരുങ്ങിയ പക്ഷം കേന്ദ്ര സർക്കാരിന്റെ സൈറ്റെങ്കിലും പരിശോധിക്കാൻ തയ്യാറാകണമെന്നുള്ളതാണ് എനിക്ക് അങ്ങയോട് സൂചിപ്പിക്കാനുള്ളത്. കോൺഗ്രസ് നേതാവ് മിനിമം തിരുവനന്തപുരം MP ശശി തരൂരിനെയും തമ്പാനൂർ രവിയെയും കാര്യങ്ങൾ പറഞ്ഞത് ബോധ്യപ്പെടുത്തണം. 3ാം പിണറായി സർക്കാർ അധികാരത്തിൽ വരുമെന്നും പഞ്ചായത്ത് മുതൽ കോർപ്പറേഷൻ വരെ തോറ്റുപോകുമെന്നും സ്വന്തം അണികളായ കോൺഗ്രസുകാരെ വിളിച്ച് പറയരുത് എന്ന് കോൺഗ്രസ് നേതാവ് സമയം കിട്ടുമ്പോൾ തിരുവനന്തപുരത്തുണ്ടല്ലോ, അവിടെ പറഞ്ഞാൽ മതി.